പേര് ആതിര. ഞാൻ ഗവൺമെന്റ് വെൽഫെയർ LP സ്കൂൾ ശ്രീഭാഗിലുവിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇവിടെ 453 വിദ്യാർത്ഥികളും 17 അധ്യാപകരുമുണ്ട്. ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നു. സംസ്ഥാന സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കിയ പുതിയ പാഠ്യപദ്ധതി നല്ലതോ മോശമോ എന്ന ചോദ്യം ബാലിശമാണ്. എന്നാൽ എങ്ങനെയൊക്കെ നല്ലത്, എത്രത്തോളം നല്ലത് എന്ന് കാട്ടിത്തന്ന സുഖമുള്ള ഒരു അനുഭവമായിരുന്നു ഈ സ്കൂൾ സന്ദർശനം. ഇതാണ് ഞങ്ങളുടെ ബൾബൽ ടീം. ഇവിടെ ഞങ്ങൾ ശുചിത്വത്തെക്കുറിച്ച് പഠിക്കാറുണ്ട്, പൊതുസ്ഥലം ശുചിയാക്കാറുണ്ട്, പല രൂപങ്ങൾ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നു, പാട്ട് പാടുന്നുണ്ട്. നമസ്കാരം. കുട്ടികളുടെ ആകാശവാണി വാർത്തകൾ. ರಾಜ್ಯದ ವಿದ್ಯಾಲಯಗಳ ಮೇಲ್ಮೆಯನ್ನು ಕಂಡುಕೊಳ್ಳುವುದಕ್ಕಾಗಿ ನಡೆಸುವ ಹರಿತ ವಿದ್ಯಾಲಯ. ഇനി പട്ടിയുടെ പാട്ടൊന്ന് പാടാമോ? ഇതാണ് ഞങ്ങളുടെ പ്രവൃത്തി പരിചയ പഠനമുറി. ഇവിടെ വെച്ചാണ് ഞങ്ങൾ ചോക്ക്, ചന്ദനത്തിരി, പാഴ്വസ്തുക്കളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ, വെജിറ്റബിൾ പ്രിന്റിംഗ്, പനയോല, മുള, കയർ എന്നിവ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് പഠിക്കുന്നത്. ഇവിടെ ഉണ്ടാക്കുന്ന ചോക്കാണ് ഞങ്ങളുടെ സ്കൂളിൽ ഉപയോഗിക്കുന്നത്. ഗണിതം പൊതുവെ കുട്ടികൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള വിഷയമാണല്ലോ. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഗണിത താല്പര്യം വളർത്താനും ഗണിതശേഷി വർദ്ധിപ്പിക്കാനും വേണ്ടിയാണ് ഞങ്ങളുടെ സ്കൂളിൽ ഗണിത ലാബ് ഒരുക്കിയിരിക്കുന്നത്. ഞങ്ങൾ ഉച്ചക്കഞ്ഞി കഴിക്കാൻ പോവുകയാണ്. എല്ലാ ദിവസവും ഞങ്ങൾ സ്കൂളിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ഒരു പുതിയ വായനാ സംസ്കാരം കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അത് പ്രധാനമായിട്ട് അമ്മമാരിലൂടെയാണ് നമുക്ക് നടപ്പിലാക്കാൻ കഴിയുക എന്നുള്ള വിശ്വാസത്തിലാണ് ഈ പ്രോജക്റ്റ് സ്കൂൾ നടപ്പാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നടക്കുന്നത് പഠന വീടാണ്. SSIയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഒരു പഠന പ്രവർത്തനമാണ്. 4 മണി വിട്ട് വീട്ടിൽ അമ്മമാരില്ലാത്തവരും പണിക്ക് പോയവരുമായിട്ടുള്ള മാതാപിതാക്കളുടെ കുട്ടികളാണ് ഈ പഠന വീടിൽ ഇവിടെ പഠിക്കുന്നത്. കുട്ടികൾക്ക് പഠനം രസകരമാക്കാനും അവർ ചെയ്ത ഹോംവർക്കുകൾ ഇവിടെ ഇരുന്ന് ചെയ്യാനും ഉള്ള ഒരവസരമാണ് ഈ പഠന വീട്. ഈ കൊച്ചു വിദ്യാലയത്തിന്റെ ഭരണകാര്യക്ഷമതയെക്കുറിച്ച് പറയുമ്പോൾ പറയാതെ വിടാനാവാത്ത ഒരു സംഗതിയുണ്ട്. ഞങ്ങളെ ഒരിച്ചിരി ത്രസിപ്പിക്കുകയും നന്നായി രസിപ്പിക്കുകയും ചെയ്ത ഒരു അനുഭവം, ഒരു കയ്യേറ്റത്തിന്റെ കഥ. പരിസരവാസികളെയും സമീപത്തെ പാവപ്പെട്ട ജനങ്ങളെയും ഒരുപാട് അലട്ടിയിരുന്ന, ഭയപ്പെടുത്തിയിരുന്ന ഈ കഥ ഒരു സങ്കടം പോലെ അവർ ഞങ്ങളോട് പറഞ്ഞു. സ്കൂളിന്റെ പേരിലുള്ള മൊത്തം 6.5 ഏക്കറോളം വരുന്ന സ്ഥലത്തിൽ 4 ഏക്കറോളം ഒരു സ്വകാര്യ വ്യക്തി കയ്യേറി. വീടും കുടിയും വെച്ച് താമസം തുടങ്ങിയെന്ന് മാത്രമല്ല, ചില്ലറയായും കഷ്ണങ്ങളായും മതിയായ രേഖകൾ പോലുമില്ലാതെ അത് മറിച്ചു വിൽക്കുകയും വാടകയ്ക്ക് കൊടുക്കുകയും ചെയ്തു. നിരപരാധികളായ പലരും വഞ്ചിക്കപ്പെട്ടു. സ്കൂൾ അധികൃതർക്ക് സ്വന്തം പേരിലുള്ള സ്ഥലത്ത് പ്രവേശിക്കാൻ പോലും ഭയക്കണം. കൊടുവാളിനെയും വെട്ടുകത്തിയെയും
എങ്കിലൊന്ന് കണ്ടു കളയാമെന്ന് കരുതി ഞങ്ങളൊന്ന് ചുമ്മാ ഇറങ്ങിയതാ. നിയമയുദ്ധത്തിലാണ് പകുതി സ്ഥലം. സ്കൂൾ അവരെയും അവർ സ്കൂളിനെയും സർക്കാർ ഒരു തീരുമാനമെടുക്കുന്നത് വരെ ബുദ്ധിമുട്ടിക്കരുത്. ഇതാണ് കോടതി വിധി. ബാക്കി പകുതി സ്ഥലം, അതായത് 2 ഏക്കറോളം പൊരുതി സ്കൂൾ വീണ്ടെടുത്ത് കഴിഞ്ഞു. ആരെയും ഭയക്കാതെ കുട്ടികൾക്കിനി ഇവിടെ ഓടി നടക്കാം, കളിക്കാം, പഠിക്കാം. ഗ്രൗണ്ടുകളും കോർട്ടുകളും വരുമിനി ഇവിടെ. ക്ലാസ് മുറികളും കെട്ടിടങ്ങളും വരുമിനി ഇവിടെ. ധീരതയുള്ള ഒരു നാളെ ഉണ്ടാവുന്നത് ചങ്കൂറ്റമുള്ള ഒരു ഇന്നിൽ നിന്നാണ്.